മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ തുടർച്ചയായ രണ്ടാം ദിവസവും മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ പരിഹാസം. നായകളും പൂച്ചകളും ശത്രുക്കളാണ്. പൂച്ചകളാണെങ്കിൽ എലിയെ കൊല്ലുകയും ചെയ്യും. അതിനാൽ നമ്മൾ ഇനി പൂച്ചകളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കാമെന്നായിരുന്നു ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ പരാമർശം. സ്ഥാപന മേഖലകളിൽ നിന്ന് നായ്ക്കളെ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയ മുതിർന്ന അഭിഭാഷകൻ CU സിംഗിന്റെ വാദങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരിഹാസം. പൊതു ഇടങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും നായ്ക്കളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉടമസ്ഥർക്കും ആളുകൾക്കും അവബോധം നൽകണമെന്ന കൗൺസിൽ നിർദ്ദേശത്തെയും കോടതി ചൂണ്ടിക്കാട്ടി. നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകാനാവില്ല, എന്നാൽ ഉടമസ്ഥർക്ക് കൗൺസിലിംഗ് നൽകാനാവും എന്നായിരുന്നു കൗൺസിലിന്റെ വാദം. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV ആഞ്ജലിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ തുടർച്ചയായ രണ്ടാം ദിവസവും മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ ഒരു പരിഹാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഈ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി പറഞ്ഞത് നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകാമെന്നത്, അതല്ലാതെ മറ്റു വഴികളില്ല എന്ന്. ഇന്നലെയാണ് മൃഗസ്നേഹികൾക്കെതിരെ പരിഹാസം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇന്ന് തുടർച്ചയായ രണ്ടാം ദിവസവുമാണ് മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ പരിഹാസം നേരിടേണ്ടി വന്നത്. നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണ്. പൂച്ചകളാണെങ്കിൽ എലിയെ കൊല്ലുകയും ചെയ്യും. അതിനാൽ നമ്മൾ ഇനി പൂച്ചകളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കാം എന്നായിരുന്നു ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ പരാമർശം. സ്ഥാപന മേഖലകളിൽ നിന്ന് നായ്ക്കളെ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയ മുതിർന്ന അഭിഭാഷകൻ CU സിംഗിന്റെ വാദങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയായിരുന്നു കോടതിയുടെ ഈ ഒരു പരിഹാസം. പൊതു ഇടങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും നായ്ക്കളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉടമസ്ഥർക്കും ആളുകൾക്കും അവബോധം നൽകണമെന്ന കൗൺസിൽ നിർദ്ദേശത്തെയും കോടതി ചൂണ്ടിക്കാട്ടി. നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകാനാവില്ല, എന്നാൽ ഉടമസ്ഥർക്ക് കൗൺസിലിംഗ് നൽകാനാവും എന്നായിരുന്നു കൗൺസിലിന്റെ വാദം. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV ആഞ്ജലിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്.